മന്ത്രി കെ രാജനാണ് മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ കേന്ദ്രത്തിന്റെ തുടരുന്ന അവഗണനയെക്കുറിച്ചും ഇതെങ്ങനെ വിനിയോഗിക്കും അതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊപ്പം തന്നെ സർക്കാർ വിളിച്ച യോഗത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. KR സാജു ചേരുന്നുണ്ട്. സാജു, ഇവിടെ ഈ പുനരധിവാസത്തിന് 529 കോടി എങ്ങനെ ചെലവഴിക്കും എന്നുള്ളതാണ്. സർക്കാർ യോഗം വിളിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ദ്രുതഗതിയിൽ അത് പൂർത്തിയാക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായി സർക്കാരിന് മുന്നിൽ നിൽക്കുന്നു. എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്? ധന്യ, ഏതായാലും സർക്കാർ യോഗം വിളിച്ചാലും പ്രാരംഭ നടപടികൾ തുടങ്ങാമെന്നതിനപ്പുറത്തേക്ക് ഈ കേന്ദ്രം നിശ്ചയിച്ച കാലയളവിനുള്ളിൽ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. കാരണം മാർച്ച് 31 എന്നുള്ളത് ഇന്നു മുതൽ എണ്ണിയാൽ 44-ാം ദിവസം ഈ പദ്ധതികൾ 16 പദ്ധതികളും പൂർത്തീകരിച്ച് അതിൻ്റെ കണക്കുകൾ, എക്സ്പെൻഡിച്ചർ ചെലവുകൾ കേന്ദ്രത്തിന് കൈമാറണം എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്, അപ്രായോഗികമാണ് എന്ന് ധനമന്ത്രി ഇന്നലെ പറഞ്ഞത് കുറഞ്ഞ ഭാഷയിലാണെങ്കിൽ ഇന്ന് അതിനെ കുറച്ചുകൂടി കടത്തിപ്പറയുകയാണ്. ശരിക്കും കടുത്ത വിമർശനം തന്നെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഉന്നയിക്കുന്നത്. ക്രൂരമായ ഫലിതം എന്ന കേന്ദ്രത്തിന്റെ നടപടിയെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ആ ഒരൊറ്റ വാചകത്തിലുണ്ട് കേരളത്തിന്റെ സർക്കാരിന്റെ പ്രതിഷേധവും ആശങ്കയും എല്ലാം തന്നെ. കാരണം ഇത് 529.50 കോടി എന്നത് 16 പദ്ധതികൾക്കാണ് നൽകിയിരിക്കുന്നത്. അതിൽ റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, ഒപ്പം നദിയുടെ ക്രമീകരിക്കലുണ്ട്, ഹെലിപ്പാഡുകളുടെ നിർമ്മാണമുണ്ട് എന്നിവ അടക്കമുള്ള പദ്ധതികളാണ്. അതൊന്നും ഈ കുറഞ്ഞ സമയം കൊണ്ട് 44 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പദ്ധതിക്കും അതിന് ഭരണാനുമതി നൽകുന്നതിനൊക്കെ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങളൊന്നും വയലേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നത് വസ്തുതയാണ്. സ്വാഭാവികമായും സർക്കാർ ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയായി സെക്രട്ടറി തല യോഗം വിളിക്കുന്നുണ്ട്, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച ഒരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകും. AS അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അഥവാ ഭരണാനുമതി നൽകുന്ന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി പ്രാരംഭ നടപടികൾ പൂർത്തീകരിക്കുക എന്നിടത്തേക്കായിരിക്കും സർക്കാർ ഈ കാലയളവിൽ പോകുക. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയുന്ന അത്രയും തുടങ്ങി വെച്ചുകൊണ്ട് മാർച്ച് 31 കഴിയുമ്പോൾ ഈ പദ്ധതി ഈ സമയകാലയളവിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള പോംവഴി. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിലേക്കുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്യാപെക്സിൽ നിന്നും പലിശരഹിത വായ്പ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് പോകുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇതേ പദ്ധതിയിൽ കേരളത്തിന് നീക്കിയിരിക്കും. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കായി തുക നീക്കി വെച്ചിട്ടുണ്ട്. ആ തുകയിൽ നിന്നാണ് എടുക്കാൻ പറയുന്നെങ്കിൽ നമുക്ക് ഈ തുക യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോവുകയും അടുത്ത വർഷം അടിസ്ഥാന വികസന രംഗത്ത് വരേണ്ട മൂലധന നിക്ഷേപത്തിൽ ആ തുക കുറയുകയും ചെയ്യുന്ന ഒരു തിരിച്ചടി കൂടി കേരളത്തെ കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഈ സമീപനം തിരുത്താതെ കേരളത്തിന് വലിയ ഉപകാരമൊന്നും ഈ പണം കൊണ്ട് ഇല്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത് തന്നെയാണ്. ശരി സാജു.